ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ? മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്. സ്വാഭാവികമായിട്ടും. കാരണം സമൂഹത്തിലെ പൂറായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉണ്ട്, അവർ സബ്സിഡി കൊടുക്കും. ഹയർ ഇൻകം ഗ്രൂപ്പിൽ പെടുന്നവർക്ക് ഇതൊക്കെ അബ്സോർവ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് സാലറീഡ് ക്ലാസ്, ഇപ്പം കൂലിക്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് തീരെ നിർത്തിയില്ലെങ്കിൽ അവർക്ക് കൂലി കൂട്ടാം. പിന്നെ ഹയർ ഇൻകം ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ വിട്ടു, കാരണം അവർക്ക് അബ്സോർവ് ചെയ്യാനുള്ളൂ. പക്ഷേ മിഡിൽ ക്ലാസ് സാലറീഡ് ഇൻകം അതിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് സ്വന്തം നിലയ്ക്ക് ശമ്പളം കൂട്ടാൻ പറ്റില്ല. കാരണം അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ സ്ട്രഗിൾ ചെയ്യുകയും ഈ ക്രൈസിസ് എല്ലാം ഫേസ് ചെയ്യുകയും ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അവരുടെ, ഞാൻ നേരത്തെ ഗൾഫിൽ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ഇവിടെ ഉണ്ടാകും. ആദ്യം ആനുകൂല്യങ്ങളെ ബാധിക്കും, പിന്നെ ഇൻക്രിമെൻറ്റിനെ ബാധിക്കും, പിന്നെ പ്രൊമോഷനെ ബാധിക്കും, ഏറ്റവും അവസാനം അത് ജോബ് ലോസിലേക്ക് വരെ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അത് മിഡിൽ ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. മറ്റുള്ളവരെ സമൂഹവും ഗവൺമെൻറ്റും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിഡിൽ ക്ലാസ് ആളുകൾ അവർ തന്നെ സ്വയം പരിഹാരം കണ്ടെത്തേണ്ടി വരും.